റാഗിംഗ് വിരുദ്ധ നിയമ പരിഷ്കരണത്തിനുള്ള കർമ്മസമിതി രൂപീകരിക്കണമെന്ന സർക്കാരിനോട് ഹൈക്കോടതി. കർമ്മസമിതിയുടെ കരട് രൂപം ഒരാഴ്ചയ്ക്കകം അറിയിക്കാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. സർക്കാർ രൂപീകരിക്കുന്ന കർമ്മസമിതിക്ക് മുന്നിൽ വിശദാംശങ്ങൾ നൽകാൻ അപേക്ഷകർക്ക് നിർദ്ദേശം നൽകിയ കോടതി പൊതു താൽപര്യ ഹർജി അടുത്ത ബുധനാഴ്ച പരിഗണിക്കാൻ മാറ്റി. സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. എങ്ങനെയാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾ? അതായത് കഴിഞ്ഞ ദിവസം ഒരു പൊതു താൽപര്യ ഹർജി കോടതി സ്വമേധയാ എടുത്തിരുന്നു. ഒരു പ്രത്യേക ബെഞ്ചും രൂപീകരിച്ചു. ആ ബെഞ്ച് കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് സിറ്റിംഗ് നടത്തിയതിനു ശേഷം ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരുന്നത് റാഗിംഗ് നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്നതിന് വേണ്ടി വിദഗ്ധരെ ഉൾപ്പെടുത്തിയ ഒരു കർമ്മസമിതി രൂപീകരിക്കണം എന്ന ഒരു ഇടക്കാല ഉത്തരവുണ്ടായിരുന്നു. ഇന്ന് കോടതി വീണ്ടും പരിഗണിച്ചപ്പോൾ കർമ്മസമിതി രൂപീകരണം എന്തായി എന്ന് സർക്കാരിനോട് ചോദിച്ചപ്പോൾ 2 ആഴ്ചയും കൂടി സാവകാശം തേടി. അപ്പോൾ കോടതി പറഞ്ഞു അത് പറ്റില്ല, ഒരാഴ്ചക്കകം കർമ്മസമിതിയുടെ കരട് രൂപം കോടതി അറിയിക്കണം, ഒരാഴ്ചക്കകം കേസ് വീണ്ടും പരിഗണിക്കും. ഒപ്പം തന്നെ ചില കക്ഷി ചേരൽ ഹർജികൾ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ കെൽസ നിയമസേവന അതോറിറ്റിയാണ് ഇതിൽ ഹർജിക്കാരനായി വന്ന് കോടതി നടപടികളിലേക്ക് നീങ്ങിയിരുന്നത്. അപ്പോൾ അതിൽ കക്ഷി ചേരാനുള്ള ചില അപേക്ഷകളും വന്നിരുന്നു. അതൊന്നും കോടതി അനുവദിച്ചില്ല. പകരം ഈ അപേക്ഷ നൽകിയവരെല്ലാം സർക്കാർ കർമ്മസമിതി രൂപീകരിക്കും, ആ സമിതിക്ക് മുന്നിൽ നിങ്ങൾ വിശദാംശങ്ങൾ നൽകൂ എന്ന് പറഞ്ഞ് ആ കക്ഷി ചേരൽ ഹർജികളെല്ലാം മാറ്റിവിടുകയാണ് ഉണ്ടായത്. ഏതായാലും ഇനി അടുത്ത ബുധനാഴ്ച ഈ കേസ് പരിഗണിക്കും. അപ്പോൾ സർക്കാർ ഒരു കരട് പട്ടിക കൊടുക്കണം ഈ കർമ്മസമിതിയെ സംബന്ധിച്ച് എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ശരി, സാലി മുഹമ്മദ് വിവരങ്ങൾ നൽകിയത്.